ഹലോ. ഹലോ. ആ എന്താ വിളിച്ചേ? അസ്സലാമലൈക്കും. ഏ അസ്സലാമലൈക്കും. ആ അലൈക്കും അസ്സലാം. ആ പിന്നെ എടുക്കലാണോ? അങ്ങോട്ട് പോരട്ടെ, അങ്ങോട്ട് പറയും, തിരക്കൊന്നുമില്ല. അതായത് പിന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു. നിങ്ങൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്യണ്ടോ? നിങ്ങളെ വോയിസ് ക്ലിയർ അല്ല, കുറെ ദൂരെന്ന് സംസാരിക്കണ പോലെ. സംശയമൊക്കെ ആകുമ്പോൾ ശരിക്കും കേട്ടാലേ നമുക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ. ഇല്ല, പഴയ പോലെ തന്നെ. ഹെഡ്സെറ്റ് യൂസ് ചെയ്യണമെങ്കിൽ ഹെഡ്സെറ്റ് അങ്ങോട്ട് ഒഴിവാക്കിയാൽ അപ്പൊ ശരിയാവും. കേൾക്കുന്നുണ്ട്, പക്ഷെ ആ ശബ്ദത്തിന്റെ ക്ലാരിറ്റി ഇല്ലായ്മയുടെ പ്രശ്നമുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ പറയും. അതായത് പിന്നെ ഈ മരിച്ചു കഴിഞ്ഞാലേ ഒരു ജീവിതം ഇല്ല എന്നൊക്കെ പറയുന്നത്. ആ മരിച്ചു കഴിഞ്ഞാൽ ജീവിതം ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. വെറുതെ നമ്മളങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയണ്ടല്ലോ. മരിച്ചു കഴിഞ്ഞാൽ ജീവിതം ഇല്ലല്ലോ. അപ്പം എന്താ പറയാ, അത് നമ്മൾ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. മരിച്ചു കഴിഞ്ഞാലല്ലേ മരിച്ചു കഴിഞ്ഞാൽ ജീവിതം ഉണ്ട് എന്ന് എങ്ങനെ നിങ്ങൾ പറയാം? ജീവിതം ഉണ്ടോ ഇല്ല എന്നൊക്കെ മരിച്ചു കഴിഞ്ഞിട്ടല്ലേ. ജീവിതം ഉണ്ടെങ്കിൽ ഉണ്ടെന്നല്ലേ മരിച്ചു കഴിഞ്ഞിട്ട് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് അത് ഇല്ല എന്ന് പറയാൻ പറ്റും. മരിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർ നിങ്ങളെ പറയണ്ടേ, അതായത് മരിച്ചു കഴിഞ്ഞാല് ജീവിതം ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ അത് അവര് കണ്ടിട്ടില്ല, കാണാതെ എന്തിനാ പറയുന്നത് ജീവിതമില്ല എന്നുള്ളത്? മരിച്ചു കഴിഞ്ഞിട്ട് ജീവിതം ഉണ്ട് എന്ന് എന്തിനാ കാണാതെ പറയണത്? ആ ഉണ്ട് എന്ന് പറയണതിന് തെളിവില്ലാന്നാ ഈ പറഞ്ഞതേ. അതിനുള്ള സാധ്യത ഇല്ല എന്നാണ് ഈ പറഞ്ഞത്. സാധ്യതയില്ല അങ്ങനെ പറഞ്ഞ കാര്യമില്ല. മരിച്ചു കഴിഞ്ഞിട്ട് ഒരു ജീവിതമുണ്ട് എന്നതിന് തെളിവില്ല. അങ്ങനെ ജീവിതം ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റിയും ഇല്ല. അത് ആർക്കും തെളിയിക്കാൻ പറ്റിയിട്ടില്ല. മരിച്ചു കഴിഞ്ഞാൽ ജീവിതം ഉണ്ട്. ഒരു മിനിറ്റ്. ഒരു ക്ലെയിം വെക്കുന്നവർക്കാണ് അത് തെളിയിക്കേണ്ട ബാധ്യത. മരിച്ചു കഴിഞ്ഞിട്ട് ഒരു ജീവിതമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ജീവിതം നരകമാക്കുന്ന മനുഷ്യരുണ്ട് നമ്മളെ ഇടയിൽ, ഇല്ലേ? ആ ക്ലെയിം വെക്കുന്നവരാണ് തെളിവ് പറയേണ്ടത്. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കണ്ടോ? അതിപ്പോ നമ്മളിപ്പോ എന്താ പറയാ, നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? നമ്മളിപ്പോ അല്ല, നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ഞാനിപ്പോ പറയുന്നത് നിങ്ങൾ എന്തെങ്ങനെ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ അത് വിശ്വസിക്കില്ല. പക്ഷെ മരിച്ചു കഴിഞ്ഞിട്ട് ഒരു ജീവിതമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് സിമ്പിൾ ചോദ്യല്ലേ. മരിച്ചു കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. ഞാൻ ചോദിക്കുന്നത് മരിച്ചു കഴിഞ്ഞിട്ട് ഒരു ജീവിതമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ്. ഇല്ല, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നില്ല, അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. അങ്ങനെ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ ആ വിശ്വാസത്തിന് പ്രത്യേകിച്ച് അടിസ്ഥാനമൊന്നും ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ വേറൊരു സംശയം പറയട്ടെ? ഇപ്പൊ ഈ കാര്യം ക്ലിയർ അല്ലേ? പിന്നെ ഈ ഹിന്ദു മതത്തില് എന്താ പറയാ, ഒരു ജ്യോതിഷ വിശ്വാസപ്രകാരം പിന്നെ ഒരു നക്ഷത്രങ്ങളൊക്കെ നോക്കിയിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. കൃത്യമായിട്ട് പറയാ നിങ്ങളെ. പിന്നെ ഇന്ന നക്ഷത്രം അടുത്ത കാലത്ത് നമ്മുടെ ഈ വരൾച്ച പ്രവചിച്ച ഒരു ചങ്ങാതി ഉണ്ടായിരുന്നു. മഴ കുറവായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്, ഓർമ്മ ഉണ്ടോ? നമ്മളെ 2018 പ്രളയത്തിന്റെ സമയത്തായിരുന്നു തോന്നുന്നു. അതിന്റെ തലേമാസമാണ് പ്രവചിച്ചത് തവണ വരൾച്ച ഉണ്ടാവും കേരളത്തിൽ എന്നൊക്കെ. അതല്ലേ ജ്യോത്സ്യം എന്ന് പറഞ്ഞാലേ? എങ്ങനെ? ബാബിലോണിയ? നിങ്ങൾ കേൾക്കണ പോലെയൊക്കെ നമ്മളും കേൾക്കൂലേ. പിന്നെ ഈ ബാബിലോണിലാണ് ഈ പിന്നെ എന്താ പറയാ, ഈ ജ്യോത്സ്യ എന്താ പറയാ എന്താ, അവരാണ് ഇതിനെ കുറിച്ച് കണ്ടുപിടിച്ചത്. ഈ ഇതിന്റെ നക്ഷത്രങ്ങളെ കുറിച്ച് പറയട്ടെ. ഇടവം, മേടം, അതായത് വൃശ്ചികം എന്ന് ഒരുപാട് നക്ഷത്രങ്ങളൊക്കെ ഉണ്ട് ഹിന്ദു മതത്തിലുള്ള വിശ്വാസപ്രകാരം. പക്ഷെ അത് അവര് അതിനെ നോക്കിയിട്ടാണ് പിന്നെ നിശ്ചയിച്ചിരുന്നത് ആൾക്കാരെ സ്വഭാവം. അവരെ ഈ മരണത്തെ കുറിച്ച് പറയുന്നില്ല, പക്ഷെ ഇവര് പിന്നെ ഇതായിരിക്കും. അങ്ങനെ പലതുണ്ട്. ഇപ്പൊ ഞങ്ങളെ നാട്ടില് പണ്ട് കൈ നോക്കാൻ വന്നത്, ഞങ്ങള് കല്യാണം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വാടക വീട്ടിൽ താമസിക്കുന്ന സമയത്തേ, ഞങ്ങള് ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറിയ സമയത്ത് കൈ നോക്കാൻ വന്നു. അവര് എല്ലാം ശാസ്ത്രം നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു ആൺകുട്ടി ഉണ്ടാവുന്നതാണ്.
അത് 2 കൊല്ലം കഴിഞ്ഞപ്പോ ശരിയായി, 1.5 കൊല്ലം കഴിഞ്ഞപ്പോ ശരിയായി. ആൺകുട്ടി തന്നെ. ആൺകുട്ടി തന്നെ. ഭയങ്കര അത്ഭുതമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? പക്ഷേ എന്റെ വൈഫിനോട് പറഞ്ഞു, നിങ്ങള് എത്ര 30 വയസ്സാകുമ്പോഴത്തേക്കോ 27ാമത്തെ വയസ്സിലോ 30ാമത്തെ വയസ്സിലോ നിങ്ങൾ സ്വന്തം വീട്ടിൽ താമസാക്കുന്നു. ഞങ്ങളിപ്പോ അതും കഴിഞ്ഞ് പിന്നെയും 10 കൊല്ലം കഴിഞ്ഞ് നമ്മള് വാടക വീട്ടിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കാൻ ഇപ്പോഴും. അപ്പൊ തെറ്റിപ്പോയി. പൊന്നാര സുഹൃത്തെ, കല്യാണം കഴിഞ്ഞ ഒരാൾക്ക് ആൺകുട്ടി ഉണ്ടാവുന്നോ പെൺകുട്ടി ഉണ്ടാവുന്നോ പറയാനും ജോലിച്ചൊന്നും അറിയണ്ട. ഒന്നേ ആൺകുട്ടി ഉണ്ടാവൂലോ പെൺകുട്ടി ഉണ്ടാവൂലോ. അതല്ലേ എന്താ ജ്യോതിഷം എന്ന് പറഞ്ഞാല്? ജ്യോതിഷം എന്ന് പറഞ്ഞാല് അതിനേക്കാളും നന്നായിട്ട് നല്ല സുന്ദരമായിട്ട് നമ്മളെ കാലാവസ്ഥാ പ്രവചനം നടക്കണില്ലേ? അതുണ്ട്. പക്ഷെ ഇതിനെ കുറിച്ച് ഇത് ആ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്ന സാധനം, ജ്യോതിശാസ്ത്ര നക്ഷത്രങ്ങളുടെ നിൽപ്പ് നോക്കിയിട്ട് ആൾക്കാരെ കുറിച്ച് പറയുന്നത് മുഴുവൻ ശുദ്ധമായ തട്ടിപ്പാണ്. പക്ഷെ അത് കൃത്യമാണല്ലോ. ഞാൻ എന്റെ സുഹൃത്തിന്റെ ഇത് നോക്കി. അതിപ്പോ ഞാൻ എന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് 2 എണ്ണം പറഞ്ഞില്ലേ? ഓക്കെ. ഒരു സുഹൃത്തിന്റെ എന്താ നിങ്ങൾക്ക് അങ്ങനെ വിശ്വാസമുള്ള എല്ലാത്തിനും കഴിവുള്ള ഒരു ജ്യോത്സ്യൻ ഉണ്ടെങ്കിൽ അയാളുടെ അടുത്ത് എന്നെ കൊണ്ടുപോയി ഞാൻ കാണിച്ചു തരാം, ശരിയാക്കി തരാം. നിങ്ങൾ ഇന്ത്യ വിഷൻ ആയിരുന്ന സമയത്താണോ റിപ്പോർട്ടർ ആയിരുന്ന സമയത്താണോ എനിക്കറിയില്ല, എന്താണ് ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ ജ്യോതിഷിമാര് ഭയങ്കരമായിട്ടുള്ള മുനികള്, ഭയങ്കര അമാനുഷിക സിദ്ധിയുള്ള ആൾക്കാർ, സിദ്ധന്മാരൊക്കെ അടുത്തുകൂടി പോയിട്ട് അവരുടെ തട്ടിപ്പ് തുറന്നു കാണിക്കുന്നത്. അപ്പൊ ഈ ദുർബല മനസ്സുകൾക്കും അതേപോലെ തന്നെ ഈ കാര്യത്തിൽ ഈ പേടിയും ബേജാറൊക്കെ ഉള്ളവർക്ക് ഇതൊക്കെ ശരിയാവുന്ന തോന്നും. സ്വാഭാവികമാണ്. കാരണം മനുഷ്യരുടെ ജീവിതം എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും കുറെ കാര്യങ്ങളൊക്കെ പ്രവചിക്കാവുന്നതാണ്. ചില കാര്യങ്ങൾ പ്രവചിക്കാൻ പറ്റില്ല. അപ്പൊ ഞാനൊരു ദിവസം ഞാനും എന്റെ സുഹൃത്തും ഇങ്ങനെ ബൈക്കിൽ പോവാണ് ചെറുപ്പത്തില്. അപ്പൊ ഞങ്ങള് ഞാനിങ്ങനെ ബാക്കിൽ ഇരുന്നിട്ട് എന്റെ ഫ്രണ്ടാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പൊ അവന്റെ ഷോൾഡറിലേക്ക് താടിയും വെച്ച് ഇങ്ങനെ പോവാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തേ മുന്നിലൊരു കോഴി ഉണ്ടായിരുന്നു. റോഡിന്റെ കുറച്ച് മുമ്പിൽ, ഒരു 200-250 മീറ്റർ മുമ്പിൽ ഒരു കോഴി ഇങ്ങനെ നിൽക്കണം റോഡ് സൈഡില്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഫ്രണ്ടിന്റെ പേര് വിളിച്ചിട്ട്, ആ കോഴി നമുക്കുള്ളതാണ് കേട്ടോ എന്നാണ്. പറയട്ടെ വണ്ടി അങ്ങ് പാസ് ചെയ്ത് പോയി. ഈ കോഴി കൊട്ടിപ്പടഞ്ഞ് പാറി വന്ന് വണ്ടിയുടെ അടിക്കാൻ കയറി. എന്താ ചെയ്യ? എന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞിട്ട് നടന്ന കറാമത്തുകളെ കേട്ടങ്ങൾ ഞെട്ടും. നിങ്ങൾ വരുന്നോ എന്റെ എന്താ പറയാ മുരീദായിട്ട്? എന്താ ചെയ്യ? ഈ CM വലിയുള്ളാഹി മറ്റേ വിമാനം ഇങ്ങനെ 2 കയ്യിൽ ഉള്ളം കയ്യിലെടുത്തിട്ട് എഞ്ചിൻ തകരാറിലായപ്പോ ഇങ്ങനെ കൊണ്ടുവന്ന് റൺവേയിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചൊരു കഥ അറിയില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിനെ കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? വേറൊരു തങ്ങൾപ്പാപ്പാന്റെ അടുത്ത് പോയിട്ട് ഒരു കുട്ടി, ഭാര്യയും ഭർത്താവും കൂടി ചെന്ന് നിലവിളിയാണ്. തങ്ങൾപ്പാപ്പ നിങ്ങളോട് അപ്പളും പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ആൺകുട്ടി മതി. ഇത് എങ്ങോട്ട് നോക്കി, ഇത് പെൺകുട്ടിയാണ്, ജനിച്ച കുട്ടിയാണ് കേട്ടോ. തങ്ങൾപ്പാപ്പ തുണി ആ സ്ഥലത്തെ തുണി ഇങ്ങനെ ചെറിയ തുണി കൊണ്ട് മൂടിയിട്ടുണ്ടാവില്ല. അപ്പൊ ഡ്രസ്സ് ഇങ്ങനെ പൊക്കി നോക്കിട്ട് പറഞ്ഞു, ഇതൊന്ന് പോ ചങ്ങ, ഇത് ആൺകുട്ടിനെ പോയിക്കോറ്. ക്ഷണ നേരം കൊണ്ട് ആ ജനിച്ച പെൺകുട്ടി ആൺകുട്ടിയായി. നിങ്ങൾക്ക് വിശ്വാസമില്ല? ഇപ്പൊ ഇന്ന് ഞാൻ കേട്ട ഒരു കറാമത്ത് എന്താ വെച്ചാല്, CM ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ആള് ചെന്നു, ഒരു വല്യമ്മയാണ്. അപ്പൊ വല്യമ്മ ചെന്നിട്ട് പറഞ്ഞു, പിന്നെ ഉസ്താദെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്റെ ഹൃദയം താറാറായിക്കണ്. ഡോക്ടർമാര് പറഞ്ഞത് എന്റെ ഹൃദയത്തിന് പ്രശ്നമുണ്ടെന്നാണ്. ഹൃദയം എന്തിനാണ്, ദീർഘായുസില്ലേന്ന് ചോദിച്ചു തങ്ങൾ പാപ്പ എല്ലാം മറ്റേ നമ്മളെ CM വലിയുള്ളായി ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് പറഞ്ഞ വല്യമ്മ, ഹൃദയം ഇല്ലാതെ. അതിനേക്കാളും വലുതൊന്നല്ലല്ലോ ഈ ബുധനും ശുക്രനും നോക്കിയിട്ട് ഓരോന്ന് പറയണത്. അത് നിങ്ങൾ കാര്യാക്കണ്ട. വേറെന്തൊക്കെ വിശേഷം? ഗുഡ്. ഇപ്പോ ചെറിയ സംഭവങ്ങളൊക്കെ ഇവര് എന്താ പറയാ, അവര് ഇത്ര എന്താ പറയാ, ഒരു ഈ ഇടവം രാശിയുള്ള ആൾക്കാര് ഭയങ്കര പ്രഷർ ഉണ്ടാവും. അവർക്ക് എന്താ പറയാ, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറയുന്നു. സുഹൃത്തെ, ഒന്നും കൃത്യമല്ല. ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാനിപ്പോ പറഞ്ഞ ഈ കറാമത്തുകളൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ?
ഇല്ല 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 ഇല്ല. ഈ കറാമത്തുകൾ വിശ്വസിക്കുന്ന ആൾക്കാർ നമ്മളെ നാട്ടിലുണ്ട്, നിങ്ങൾക്ക് അറിയോ? അതുണ്ട് അതുണ്ട്. ഇതേപോലെ നിങ്ങൾ കുറെ കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. സിമ്പിൾ ആണ്. പക്ഷെ അത് എന്തുകൊണ്ടിട്ടാണ് അങ്ങനെ ഞാനങ്ങനെ നോക്കി അതേ അതാ ഞാൻ സ്വഭാവം. പറഞ്ഞതെന്ന്. ഇത് ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ കഥകൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്ന വേറെ കുറച്ച് കഥകളുണ്ട്. അത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണം ഉണ്ടാവും, മറ്റേത് വിശ്വസിക്കുന്നവർക്ക് അവർക്കും കാരണം ഉണ്ടാവും. മുഹമ്മദ് നബി ഒരു കഴുതയോ കുതിരയോ മനുഷ്യരൂപോ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ബുറാക്ക് എന്ന് പറഞ്ഞ വാഹനത്തിന്റെ പുറത്ത് 7 ആകാശവും കടന്നുപോയി അള്ളാഹിനെ കണ്ട് തിരിച്ചു വന്നു എന്നാണ് ഒറ്റ രാത്രി കൊണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ചോദിച്ചാല് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇത് ആലോചിക്കാനും ധരിക്കണേ. ബുദ്ധി കൊണ്ട് ചിന്തിച്ചാല് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോന്നാണ് ചോദിച്ചത്. അതൊക്കെ ശരിയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് ബുദ്ധി കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാല് ബുദ്ധിക്ക് അവിടെ തോന്നില്ലല്ലോ ഇസ്ലാമില്. ബുദ്ധി കൊണ്ട് ഞാൻ നിങ്ങളെ ബുദ്ധി ഉപയോഗിച്ചോ ഇല്ലെന്നൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. നിങ്ങൾ ആ കഥ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല. പക്ഷെ അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ ലോകത്ത് ഒരു 15% ആൾക്കാരെങ്കിലും മിനിമം. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് അത് വിശ്വസിക്കാൻ അവർക്കൊരു കാരണം ഉണ്ടാവും. നിങ്ങളത് വിശ്വസിക്കുന്നില്ല എന്നതുപോലെ നിങ്ങൾക്ക് ജ്യോത്സ്യം ശരിയാണെന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് കാരണം ഉണ്ടാവും. ഈ ജ്യോത്സ്യം എന്താണ്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ അടുത്തിരുന്ന് കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. ഈ പറഞ്ഞ മാതിരി മറ്റേ കാര്യം പറഞ്ഞില്ല, അത് ഇസ്ലാം മതത്തിൽ ഇതിനെ കുറിച്ച് പറഞ്ഞു വെച്ചാൽ ബുദ്ധി കൊണ്ട് ചിന്തിക്കരുത്, ഹൃദയം കൊണ്ടാണ് ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ ഹൃദയം കൊണ്ട് ചിന്തിക്കുമ്പോ ഓക്കെയാണ്, പക്ഷെ നമ്മള് ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോ ഹൃദയം കൊണ്ടല്ലാതെ ചിന്ത ഇല്ലല്ലോ ഇസ്ലാമില്. അതാ പറഞ്ഞ അതാണ് കുഴപ്പം. അപ്പൊ അത് ഹൃദയം കൊണ്ട് ചിന്തിക്കണം, ബുദ്ധി കൊണ്ട് ചിന്തിച്ചിരിക്കാതെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് എന്തുകൊണ്ട് ചിന്തിച്ചാലും നിങ്ങള് ചിന്തിക്കുന്ന ഈ മറ്റേ എന്താ പറയാ, ഏതോ ദേശത്തുള്ള ഏതോ നക്ഷത്രത്തിന്റെ രാശി നോക്കിയിട്ട് ഇവിടെ കുട്ടികളുടെ സ്വഭാവം മാറുന്നൊക്കെ പറയുന്നതിന് യാതൊരു അടിസ്ഥാനമില്ല. അത് കുറച്ച് നമുക്ക് എന്താ പറയാ, ചില പ്രത്യേക സമയങ്ങളിൽ ദൃശ്യമാകുന്ന ഒറ്റപ്പെട്ട നക്ഷത്രങ്ങളെ വെച്ചിട്ട് കുറെ കാര്യങ്ങൾ ഗണിച്ചാണ് പറയാണ്. ഞങ്ങൾക്കൊരു അനുഭവം പറയാം. എന്റെ ബന്ധത്തിലുള്ള അല്ലെങ്കിൽ എന്റെ അടുത്ത ആൾക്കാർ, നമ്മളെ നാട്ടിലൊക്കെ ഈ മാല കളഞ്ഞു പോയാല്, ഇപ്പൊ ഒരു വള കളഞ്ഞു പോയി, ഒരു കമ്മല് ഊഴിപ്പോയി, ഇതിനൊക്കെ ബീത്താത്തമാരുടെ അടുത്ത് പോകും, തങ്ങന്മാരുടെ അടുത്ത്. അപ്പൊ ചില അടയാളങ്ങൾ കൊടുക്കും. ഇത് ഇവിടെ നിങ്ങൾ തെക്കോട്ട് ഒരു 3 മൈലിന്റെ ഉള്ളിലുണ്ട്, അതൊരാഴ്ചയുടെ ഉള്ളിൽ കിട്ടും. ഒരു കണക്കൊക്കെ നോക്കിയിട്ട് കൃത്യമായിട്ടാ പറയണേ. ചിലപ്പോ ഒരാഴ്ച കൊണ്ട് കിട്ടും. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുക? അതിപ്പോ അങ്ങനെ തള്ളി മേടിക്കും. അപ്പൊ നമുക്കിത് പറയാലോ, പറയണതിനിപ്പോ എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞു, നിങ്ങളെ ജീവിതത്തില് നിങ്ങളെ കുറിച്ച് നമ്മളൊരു 1/2 മണിക്കൂർ സംസാരിച്ച് ഞാൻ നിങ്ങൾക്ക് ഒരു 3-4 എണ്ണം പ്രവചിച്ചു തരാം. അതിൽ 2 ശരിയാവാനാ സാധ്യത. അതിനിപ്പോ നിങ്ങൾ ഇന്നെ ഒരു സിദ്ധനാക്കിയപ്പോ എന്ത് ചെയ്യാം? പണ്ട് ഞാൻ ആ ബൈക്കിൽ പോയ കഥ പറഞ്ഞില്ലേ, ആ കൂട്ടുകാരൻ അപ്പൊ തന്നെ വണ്ടി നിർത്തി ഇന്നെ തൊഴുത് ഇന്നെ ഒരു സിദ്ധനാക്കി എന്താ ചെയ്യാൻ പറ്റുക നമുക്ക്? ഞാൻ പറയണോ അവനോട്, ഇത് ഉണ്ടായ സംഭവമാണ്, ഞാൻ വെറുതെ തള്ളുന്നതല്ല, സത്യത്തിൽ ഉണ്ടായ സംഭവമാണ്. ആ കോഴി നമുക്കുള്ളതാണ് പറഞ്ഞു. ആ കോഴി കറക്റ്റ് ആയിട്ട് വണ്ടിയിൽ അടി കയറി, വണ്ടി തട്ടി. വേറെ കോളേജിൽ പഠിക്കുമ്പോ ഇതിന് സമാനമായിട്ടുള്ള അനുഭവം ഉണ്ട്. വേറെ ചെറുപ്പത്തിൽ നമ്മൾ ഈ ചെറിയ വട്ടുരുത്തി കളിക്കില്ല, നമ്മൾ ചെറിയ പഴയ ഡീസൽ ജീപ്പിന്റെ മറ്റേ ഫിൽറ്ററിന്റെ ഉള്ളിൽ നിന്നുള്ള ചെറിയൊരു സാധനം ഈ മുളം കുറ്റിയും കൊണ്ട് ഇങ്ങനെ ഉരുട്ടി കൊണ്ടുവന്ന പരിപാടിയില്ലേ ചെറിയ പ്രായത്തില്. അത് ഒരു ദിവസം അനിയന്റെ ആ ഒരു സംഭവം എടുത്തിട്ട് ഞാൻ കളിക്കാൻ പോയി, ചെറിയ പ്രായത്തിൽ കേട്ടോ, ഒരു 7 വയസ്സ് 8 വയസ്സൊക്കെ ഉണ്ടാവും. അപ്പോ അത് എന്റെ ഒരു കൂട്ടുകാരൻ എടുത്തു വെച്ചു, ഒളിപ്പിച്ചു വെച്ചു. ഞാനാണെങ്കിൽ അതില്ലാതെ വീട്ടിൽ വന്ന അനിയനും കച്ചറുണ്ടാക്കും, അനിയൻ കരയും. അപ്പൊ അപ്പൻ്റെ നിന്ന് അടിയും കിട്ടും, ചീത്തയും കേൾക്കും. ഞാൻ ആകെ സങ്കടപ്പെട്ട്. അപ്പൊ ഓനത് എടുക്കണതും വെക്കണതൊക്കെ വേറെ ആള് കണ്ടാണ്. ഓൻ തരുന്നില്ല, എന്ത് ചോദിച്ചിട്ടും ഓൻ തരുന്നില്ല. അണക്കുള്ളത് പഠിച്ചോൻ തരടാന്ന് പറഞ്ഞിട്ട് ഞാനാണ് പോയി. ഇവൻ പിറ്റേ ദിവസം, അന്ന് വൈകുന്നേരം കേട്ടോ, മഗ്‌രിബിനാണ്. പിറ്റേ ദിവസം രാവിലെ ഇവനും ഇവന്റെ കൂട്ടുകാരും എല്ലാരും കൂടെ പോയി ഞാവല് പറിക്കാൻ വേണ്ടി ഞാവൽ മരത്തിന്റെ മുകളിൽ കയറിയോ വീണു, എന്റെ 2 കാലും ഒടിഞ്ഞു. ഉണ്ടായ സംഭവം കേട്ടോ, ആൾക്കാർ ജീവനോടെ ഇപ്പോഴും. ആ കുട്ടീന്റെ ഉമ്മ, ആ ചെറുക്കന്റെ ഉമ്മ എന്റെ അടുത്ത് പിറ്റേ ദിവസം ഓടി വന്നിട്ട് പറഞ്ഞു, ഉമ്മാന്റെ കുട്ടി ഇനി ആരിനും ഇങ്ങനെ പ്രാകരുതട്ടോ പറഞ്ഞു. ചെറുക്കൻ ആശുപത്രി പോയില്ലേ. അപ്പൊ അതൊക്കെ കണ്ടിട്ട് ഇപ്പൊ ഞാൻ ഇന്നൊരു വലിയ ആക്കിയിട്ട് ആൾക്കാരുണ്ട് ആരാധിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ എന്ത് ചെയ്യാ? ഇങ്ങനെ നമ്മൾ പറയുന്നതിൽ ഫലിക്കുന്നതും ഫലിക്കാത്തതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടാവും.
അത് സ്വാഭാവികമാണ്. അതിലിങ്ങനെ അത്ഭുതം കൂറിയിരുന്നാല് ആ അത്ഭുതം കൂറാനേ നമുക്ക് സമയം ഉണ്ടാവും. വേറെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതും എല്ലാവർക്കും ബോധ്യപ്പെടുന്നതും എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതും എല്ലാവർക്കും പരീക്ഷിച്ചു നോക്കാവുന്നതും വായിച്ചു നോക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പറയാം. മറ്റത് ഇങ്ങനെ ഒരു പുകച്ചുരുളിന്റെ പുറകെ പോണ പരിപാടിയാണ്. അതിൽ വെറുതെ നമ്മളെ സമയം കളയണ്ട. കുറെ ഉദാഹരണങ്ങളുണ്ട്. ഈ ജ്യോത്സ്യം ഇങ്ങനത്തെ കലാപരിപാടികളോട് ഞാൻ വിശ്വാസിയായിരുന്ന കാലത്ത് തന്നെ എതിരാണ് കേട്ടോ. ഒന്നാമത് നമ്മൾ ഇസ്ലാം മത വിശ്വാസത്തിൽ തന്നെ ഇതൊക്കെ എതിരാണ്. കണക്ക് നോക്കാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല, പോകാൻ പാടില്ല, പറയാൻ പാടില്ല എന്നാണല്ലോ. അപ്പോ വിശ്വാസിയായിരുന്ന സമയത്ത് ഞാൻ അതിൽ സ്ട്രിക്റ്റ് ആയിട്ട് അതിനെതിരായിരുന്നു. ഒരുപാട് തങ്ങന്മാർക്കെതിരെയും വീട്ടാത്തന്മാർക്കെതിരെയും ഞാൻ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അനുഭവങ്ങൾ നമ്മളെ മുന്നിൽ കണ്ട കുറെ കാര്യങ്ങൾ അങ്ങനെ കുറെ ഉണ്ട്. അതൊക്കെ പിന്നെ എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള നമ്മൾ ഇങ്ങനെ ജീവിതത്തിൽ നിരീക്ഷിച്ചാൽ ഒരാളെ നിരീക്ഷിച്ചാൽ ഒരാളുടെ കാര്യങ്ങളൊക്കെ വേറെ ബോർഡ്സ് ഒക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പ്രവചിക്കാൻ പറ്റും. ഈസി ആയിട്ട് നിങ്ങളെ ചുറ്റുമുള്ള 10 വീടുകളിലുള്ള ആൾക്കാരെ കുറിച്ച് നിങ്ങൾക്ക് സൂക്ഷ്മമായിട്ട് അറിയാമെങ്കിൽ അവരുടെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രവചിക്കാൻ പറ്റും. അതിലൊന്നും വലിയ അത്ഭുതമൊന്നുമില്ല. പിന്നെ ഇപ്പോ നമ്മളെ നാട്ടിൽ ജീവിക്കുന്ന ഒരു ആൺകുട്ടീനോട് പറയാണ് എനിക്ക് 22ാമത്തെ വയസ്സിൽ എനിക്ക് പ്രണയം ഉണ്ടാവും, 27 ഇത് കല്യാണം കഴിക്കും എന്ന് പറഞ്ഞെന്ന് വിചാരിച്ചോ? ഒരാൺകുട്ടീനോട് ഒരു ജ്യോത്സ്യര് ഒരു 50% മുകളിൽ അത് സക്സസ് ആവൂലേ? കല്യാണം കഴിഞ്ഞ് ഭാര്യയായിട്ട് നിൽക്കുന്ന കുട്ടീനോട് പിന്നെ ദമ്പതികളോട് പറയാണ് നിങ്ങൾക്ക് ഒരു 3 കൊല്ലത്തിനുള്ളിൽ നല്ലൊരു സുന്ദരനായിട്ടുള്ള കുട്ടി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഉണ്ടാവൂലേ? അതിലൊക്കെ എന്താ പ്രവചനം? അതിലെന്താ അത്ഭുതം? ഇതില് നക്ഷത്രങ്ങൾ എന്ത് പറ്റി ഇതിലകത്ത്? അപ്പൊ അതിലൊന്നും വെറുതെ അത്ഭുതം കൂടിയിട്ട് വെറുതെ സമയം കളയണ്ട. വേറെ മനുഷ്യന്മാർക്ക് ഉപകാരപ്പെടുന്നതോ മനുഷ്യന്മാരെ ബാധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് വർത്തമാനം പറയാം. അതിലെ കാര്യമുള്ളൂ. മറ്റത് വെറുതെ ഇങ്ങനെ പുകച്ചുരുളുകൾ ഇങ്ങനെ പോകുക, ഇങ്ങനെ എണ്ണിയിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. വേറെന്തെങ്കിലും? അത്രയല്ലേ ഉള്ളൂ ഇപ്പൊ ഇന്നത്തേക്ക്. ഞാൻ ഒരാടുത്ത് ഫോൺ ശരി ശരി ഗുഡ് നൈറ്റ്.